ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനൊരു 25 അതായത് 25 എന്ന അക്കം വരുന്ന കുറച്ച് കറൻസിയൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്ത 25 എന്ന അക്കം വരുന്ന ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന 25 ഡെനോമിനേഷൻ 25 എന്ന ഡെനോമിനേഷൻ വരുന്ന കറൻസി. അപ്പോൾ ഈ ഒരു കറൻസിയാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 25 എന്നുള്ള അക്കമാണ് വരുന്നത്, 25 റുപ്പീസ് എന്നുള്ള അക്കം. അപ്പോൾ 25 എന്ന അക്കം വരുന്ന ഒരു കളക്ഷൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത കറൻസിയാണ്. അപ്പോൾ സീഷെൽസിലെ ഈ ഒരു 25 രൂപ കറൻസി സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ്. 1998 2008 കാലഘട്ടങ്ങളിൽ, അത് ഇപ്പോഴും സർക്കുലേഷനിൽ നിലവിലുള്ള കറൻസിയാണ്. ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്നത് 150 × 75 mm ആണ്. ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്നത് റെക്ടാങ്കുലർ ഷേപ്പാണ്. ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്നത് 25 ആണ്, 25 രൂപയാണ്, റുപ്പീസാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 25 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കറൻസിയുടെ മുൻവശം ഈ ഒരു ബാമാണ്. കറൻസിയുടെ മുൻവശം നമുക്ക് സെൻട്രായിട്ടിന് സെൻട്രൽ ബാങ്ക് ഓഫ് സീഷെൽസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഒരു വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേർഡ്സ് എങ്ങനെ പ്രൊണൗൺസിയേഷൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇതാണ് ആ വേർഡ്സ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തൽക്കാലം അത് വിടുന്നു. ഏറ്റവും മുൻഭാഗത്ത് ഈ ഒരു ഭാഗത്ത് സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ സീഷെൽസിൻ്റെ ആ ഒരു സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് സെൻറ്ററായിട്ട് നമുക്കൊരു ഫ്ലവറിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഏതാണെന്നുള്ള ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു സൈഡ് വരുന്ന വാട്ടർ മാർക്കാണ്. അപ്പോൾ വാട്ടർ മാർക്ക് വരുന്ന ഒരു ആമയുടെ ഒരു പിക്ചറാണ് വരുന്നത്. അതിന് താഴെയായിട്ട് തന്നെ നമുക്ക് 25 റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യ കറൻസിയിൽ കൊടുത്തിരിക്കും പോലെ 25 റുപ്പീസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ കോർണറായിട്ട് 25 എന്നുള്ള അക്കം, ഈ ഒരു സൈഡ് കോർണറായിട്ട് 25 എന്ന അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു സൈഡ് സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കറൻസിയുടെ പുറകുവശം ഈ രൂപമാണ്. കറൻസിയുടെ പുറകുവശം നമുക്ക് സെൻട്രായിട്ടിന് സെൻട്രൽ ബാങ്ക് ഓഫ് സീഷെൽസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ ഒരു ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർ മാർക്കാണ് വരുന്നത്. അപ്പോൾ വാട്ടർ മാർക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിന് താഴെ 25 എന്നുള്ളൊരക്കും, അതിന് തൊട്ടടുത്ത് തന്നെ ഇംഗ്ലീഷ് ലെറ്ററിൽ 25 റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്ത് കോർണറായിട്ട് 25 എന്നുള്ള അക്കം, അതിന് താഴെ ഒരു പക്ഷിയുടെ ഒരു പടവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്ത 25 ഡെനോമിനേഷൻ വരുന്ന സീഷെൽസിലെ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 650 രൂപ മുതൽ 750 രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഈ ഒരു കറൻസിയുടെ കണ്ടീഷൻ കുറഞ്ഞ കറൻസിക്ക് നമുക്ക് ചിലപ്പോൾ ഒരു 400 രൂപ 350 രൂപ പ്രൈസ് റേഞ്ചിനെ കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ ഒരു കറൻസി നല്ലൊരു UNC കണ്ടീഷൻ കറൻസിയാണ്. അപ്പോൾ എനിക്ക് വന്ന കോസ്റ്റ് ഏകദേശം 750 രൂപ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ 25 ഡെനോമിനേഷനിൽ എനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ച കറൻസിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റിയിൽ വരുന്ന പല രാജ്യങ്ങളുടെ 25 ഡെനോമിനേഷൻ കറൻസി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. വരുന്ന ഓരോരോ കറൻസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് സീഷെൽസിലെ 25 രൂപ എന്ന കറൻസിയാണ്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ എനിക്ക് ഏകദേശം ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് ഇത് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കറൻസീസാണ്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ തന്നെ ഞാനിത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പുതുതായിട്ടുള്ള ഒരു കറൻസി കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറൻസി സീഷെൽസിലെ കറൻസിയാണ്. അപ്പോൾ ഏകദേശം 7ഓളം കറൻസി, അത് 7ഓളം ഡിഫറെൻറ്റ് രാജ്യങ്ങളിലെ ആ ഒരു 25 എന്ന ഡെനോമിനേഷൻ വരുന്ന കറൻസി എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് ഈ ഒരു കറൻസിയാണ്. സീഷെൽസിലെ 25 രൂപ എന്ന കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസിക്ക് വരുന്ന മാർക്കറ്റ് വാല്യൂ 750 രൂപ വരുന്നുണ്ട്. നല്ലൊരു UNC കണ്ടീഷൻ കറൻസിക്ക് 750 രൂപ വരെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ, സീഷെൽസിലെ 25 എന്നക്കം വരുന്ന കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും 25 എന്നക്കം ഡെനോമിനേഷൻ കളക്ഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.